വിവാഹ ജീവിതത്തിന് വേണ്ടി കരിയറിന് രണ്ടാം സ്ഥാനം നൽകിയ നടിയാണ് ഐശ്വര്യ റായ്. പല വലിയ അവസരങ്ങളും താരം വേണ്ടെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും സന്തോഷകരമായ കുടുംബജീവിതം ഐശ്വര്യക്ക് ലഭിച്ചില്ല എന്നാണ് ആരാധകർ പറയുന്നത്. താരമൂല്യത്തിൽ ഐശ്വര്യയേക്കാൾ പിറകിലാണ് അഭിഷേക് ബച്ചൻ എന്ന് തന്നെ പറയേണ്ടി വരും. ഐശ്വര്യ അഭിഷേക് വിവാഹം നടന്നപ്പോൾ തന്നെ പല അഭിപ്രായങ്ങളും വന്നിരുന്നു. അഭിഷേകിന്റെ വീട്ടുകാരുമായി ഐശ്വര്യക്ക് ഒത്തുപോകാൻ സാധിക്കില്ല എന്നുവരെ അഭിപ്രായം വന്നിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ സംഭവിച്ചതും അത് തന്നെയാണ്. അഭിഷേകിന്റെ അമ്മ ജയാ ബച്ചനും സഹോദരി ശ്വേതാ ബച്ചനുമായി നടിക്ക് ഒത്തൊരുമയില്ല എന്നാണ് സൂചന. ഏ ദിൽ ഹേ മുഷ്കിൽ എന്ന ചിത്രത്തിൽ ഐശ്വര്യ റായ് ചുംബന രംഗത്തിൽ അഭിനയിച്ചതോടെയാണ് ജയ ഐശ്വര്യ പിണക്കത്തിന്റെ ഗോസിപ്പുകൾ വരാൻ തുടങ്ങിയത്. ചിത്രത്തിൽ ഐശ്വര്യ ചെയ്ത ചുംബന രംഗം ഏറെ ചർച്ചയായിരുന്നു. മുമ്പൊരിക്കൽ ഈ ചുംബന രംഗത്തെക്കുറിച്ച് ഐശ്വര്യ തന്നെ സംസാരിച്ചിട്ടുമുണ്ടായിരുന്നു. രൺബീർ കപൂറിനൊപ്പമുള്ള ചുംബന രംഗത്തെക്കുറിച്ച് വരുന്ന ചർച്ചകൾ താൻ അറിയുന്നുണ്ട് എന്ന് ഐശ്വര്യ റായ് അന്ന് വ്യക്തമാക്കി. അതൊരു ബോൾഡ് മൂവ് ആയിരുന്നു. ശ്രദ്ധാപൂർവം താൻ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയ ഇമേജിന് വിപരീതമായിരുന്നു ഈ തീരുമാനമെന്നും ഐശ്വര്യ അന്ന് ചൂണ്ടിക്കാട്ടി. അതിനു മുമ്പ് താൻ ചെയ്ത ചുംബന സീനുകളെ കുറിച്ചും ഒഴിവാക്കിയ ഇത്തരം സീനുകളെ കുറിച്ചും ഐശ്വര്യ അന്ന് സംസാരിച്ചു. ചലത്തെ ചലത്തേക്ക് ശേഷം എനിക്ക് അവസരങ്ങൾ ലഭിക്കാതെയായി. എന്നാൽ അതേസമയം ഹോളിവുഡിൽ നിന്നും അവസരങ്ങൾ വന്നു. മറ്റൊരാൾ തന്റെ ഭാവിയെ കീഴടക്കരുത് എന്ന് തനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ബ്രൈഡ് ആൻഡ് പ്രജുഡൈസ് എന്ന സിനിമ വരുന്നത്. സ്ക്രിപ്റ്റിൽ ഒരു ചുംബന രംഗം ഉണ്ടായിരുന്നു. ആ സീൻ ഒഴിവാക്കണമെന്ന് സംവിധായകനോട് പറയുകയായിരുന്നു എന്നും ഐശ്വര്യ റായ് പറയുന്നു. ധൂം 2-ൽ കൃത്തിക് റോഷനൊപ്പം ചുംബന രംഗത്തിൽ അഭിനയിക്കാൻ തയ്യാറായതിനെ കുറിച്ചും ഐശ്വര്യ സംസാരിച്ചു. ധൂം ചെയ്യുമ്പോഴേക്കും കരിയറിൽ ഞാൻ 10 വർഷം പൂർത്തിയാക്കിയിരുന്നു. ഓൺ സ്ക്രീൻ ചുംബനം അപ്പോഴേക്കും സാധാരണയായി. അതേസമയം അത്തരമൊരു സീൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടി നോക്കേണ്ടതുണ്ട്. തന്റെ കംഫർട്ട് സോൺ നോക്കിയാണ് ആ സീൻ ചെയ്യാൻ തയ്യാറായത് എന്ന് ഐശ്വര്യ റായ് വ്യക്തമാക്കുന്നു. ധൂമിലെ ചുംബന രംഗം സീനിന്റെ ഭാഗമായിരുന്നു. പതിവ് രീതിയിലുള്ള രംഗമായിരുന്നില്ല അതെന്നും ഐശ്വര്യ റായ് അന്ന് പറഞ്ഞു. പൊന്നിയിൻ സെൽവനാണ് ഐശ്വര്യ റായ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ച സിനിമ. ചിത്രം 2 ഭാഗങ്ങളായാണ് പുറത്തു വന്നത്. പൊന്നിയിൻ സെൽവന് ശേഷം പുതിയ സിനിമകളിൽ ഒന്നും തന്നെ ഐശ്വര്യ റായ് ഒപ്പുവെച്ചിട്ടില്ല. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.